ഹലോ അസ്സലാമലൈക്കും, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു അറേബ്യൻ മന്തിയാണ്. അപ്പം ഞാൻ അറേബ്യൻ മന്തി ഉണ്ടാക്കിയത് അറേബ്യൻ മന്തിയുടെ കിറ്റ് വാങ്ങിയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പം അതിലുള്ള സാധനങ്ങൾ എന്തെല്ലാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ പാക്കറ്റിലുള്ളത് ഡ്രൈ ലെമണ്, മാഗി ക്യൂബ്, സൺഫ്ലവർ ഓയിൽ, മന്തിൻ്റെ മസാല, കുരുമുളക്, ഏലക്കായ, ഗ്രാമ്പും കറുവപ്പട്ടയൊന്നും കിട്ടിയിട്ടില്ല. ഇത് മാത്രമാണ്. ടൊമാറ്റോ കെച്ചപ്പ്, ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ റൈസ് 1 kg റൈസ്. അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. 50 ഗ്രാം വരുന്ന ചിക്കൻ പീസ് ഒരു 5-6 പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ 1 കിലോ ചിക്കനാണ് ഇതിലേക്ക് എടുക്കേണ്ടത്. എനിക്ക് അധികം ചിക്കൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് നമ്മൾ ഇതിന് കണക്കായിട്ടാണ് എടുത്തിട്ടുള്ളത്. മാക്സിമം ഇതിൽ 1 കിലോ ചിക്കൻ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. നമ്മൾ റൈസ് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി 1 മണിക്കൂർ കുതിർത്തി വെക്കുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു 6 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 6 കപ്പ് വെള്ളം ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്ന വിധത്തിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പം വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുരുമുളക്, ചെറിയ ജീരകം, കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്കായ് എല്ലാം എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളച്ചെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് പോരെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ്റെ പീസ് ഓരോന്നായിട്ട് ആ വെള്ളത്തിലിട്ട് കൊടുക്കാം. ചിക്കൻ ഒരു 3/4 വേവ് ആകുന്നത് വരെ നമുക്കൊന്ന് ഇതിൽ നിന്ന് വേവിക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് 3/4ഓളം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഇത് കോരി മാറ്റാം. ഇതിലേക്ക് ഞാനൊരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവറും കൂടി ഒഴിച്ച് കൊടുക്കാം. ഡ്രൈ ലെമൺ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന അരി വെള്ളം ഒന്ന് പോക്കിയതിന് ശേഷം ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ഒന്ന് നല്ലപോലെ തിളച്ചതിന് ശേഷം റൈസ് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റൈസ് അധികം വെന്ത് പോവരുത്, അധികം വേവാതെ ആവരുത്. അപ്പോൾ കറക്റ്റ് നോക്കിയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് അടച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റിന് ശേഷം നോക്കിയിട്ട് നമ്മൾ അരി വെന്തിട്ടില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഫ്ലെയിം നല്ലപോലെ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇതിനെ വേവിച്ചെടുക്കാം. ഇനി ചിക്കനിലേക്ക് നമ്മൾക്ക് മസാല പുരട്ടി കൊടുക്കാം. ആദ്യം ഞാൻ മന്തിയുടെ മസാലപ്പൊടി ഇട്ട് കൊടുത്തു, മാഗി ക്യൂബ് ഇട്ട് കൊടുത്തു, അതിൽ കിട്ടിയ കെച്ചപ്പ് ഇട്ട് കൊടുത്തു, സൺഫ്ലവർ ഓയിൽ അതിലുള്ള ഫുള്ളും ഒഴിച്ചു കൊടുത്തു. നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഞാനിവിടെ ഒരു ക്യാപ്സിക്കം പകുതി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കളറിന് വേണ്ടി കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് 10 മിനിറ്റ് വെക്കാം. നമ്മുടെ റൈസിലേക്ക് വെള്ളം കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഏകദേശം ഒരു 1/2 വേവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത്
ചിക്കൻ ഒന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി റൈസ് വേവിച്ച ചെമ്പിലേക്ക് നമുക്ക് അതിലിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഫ്ലെയിം കൂട്ടിയതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് വേവിച്ച റൈസ് ഇതിൻ്റെ മേലിലേക്ക് ഇട്ട് കൊടുക്കാം. റൈസെല്ലാം മൊത്തത്തിലിട്ടതിന് ശേഷം ഒന്നിങ്ങനെ ആക്കി കൊടുത്തിട്ട് അതിലേക്ക് ഞാനിവിടെ റെഡ് കളറും യെല്ലോ കളറുമാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇത് കുറച്ച് കുറച്ചായിട്ട് അത് റൈസിൻ്റെ മേലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 5-6 പീസ് പച്ചമുളക് എടുത്ത് അതിലേക്ക് കുത്തി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ സ്മോക്ക് ചെയ്യുന്നില്ല. സ്മോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് സ്മോക്ക് ചെയ്തതും കൂടിയാണെങ്കിൽ മന്തിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടി നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഈ റിങ് ചെമ്പിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഈ ചെമ്പ് മേലിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഫ്ലെയിം കുറച്ച് വെക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് മൂടി വെക്കാം. അതിന് വെയിറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇതാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ മേലെ വെയിറ്റിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം നല്ലപോലെ ഒന്ന് കുറച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് വരെ അങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മന്തി നല്ലപോലെ ദമ്മായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. അപ്പോൾ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞാനൊരു ടൊമാറ്റോ ചട്നി തയ്യാറാക്കിയിട്ടുണ്ട്. അത് 2 ടൊമാറ്റോ, 2 വെളുത്തുള്ളി, കുറച്ച് കാശ്മീരി മുളക് പൊടി എല്ലാം ഇട്ട് നല്ലപോലെ അരച്ചെടുക്കാം. എന്നിട്ട് കുറച്ച് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ടൊമാറ്റോ അരച്ചതും ചേർത്ത് കൊടുത്ത് ലേശം വെള്ളവും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തിളച്ച് വരുമ്പോൾ നമുക്ക് സോയാ സോസ് കുറച്ച് 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് വെള്ളം വറ്റുന്ന വരെ, അധികം വെള്ളം വറ്റാതെ കുറച്ചൊരു വെള്ളം വറ്റിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിക്കാം. നമ്മുടെ ടൊമാറ്റോ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് മന്തിപ്പരം കഴിക്കാൻ. ഇതാ നമ്മുടെ ടൊമാറ്റോ ചട്നി. അപ്പോൾ നമ്മുടെ മന്തിയും കൂട്ടി ഈ ടൊമാറ്റോ ചട്നിയും കൂട്ടി ഞാനിതവിടെ കഴിക്കുന്നു. സലാഡും കൂട്ടി അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. ബൈ ബൈ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം.